ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ മലയാളം മൂവിയാണ്. സർക്കിട്ട് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഒരുപാട് നാൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടിയ ചിത്രം വീണ്ടും കണ്ടെന്നുള്ള ഒരു സന്തോഷം കൂടി തന്നെയാണ് ഞാൻ സർക്കിട്ട് കണ്ടപ്പോൾ ഇറങ്ങിയത്. തീർച്ചയായിട്ടും അത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്കധികം സമയം കളയാതെ തന്നെ സർക്കിട്ടിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ സർക്കിട്ട് കാണാൻ കയറും മുമ്പ് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ പോലെ ഒരു അവാർഡ് പടം വായിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ലോ ബേസ് പടം വായിക്കുന്ന ചിന്താഗതി കൂടി തന്നെയാണ് ഞാൻ സർക്കിട്ട് കാണാൻ ഇടയായത്. പക്ഷേ ഈ പടം കണ്ടിറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവെൽ ആയപ്പോൾ മുതൽ എൻ്റെ ചിന്താഗതിയെല്ലാം മാറി പറഞ്ഞു. നമ്മൾ സർക്കിട്ട് എന്താ പറയുക, അതിലോട്ട് കടക്കുമ്പോൾ നമ്മളും ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയോടൊപ്പം അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളൊപ്പം നമ്മളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളുടെയും മികച്ച കൈയ്യടി തന്നെ കൊടുത്തിട്ട് തന്നെയാണ് സർക്കിറ്റിനെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. സർക്കിറ്റിനെ കുറിച്ച് പറയുന്നത് തമർ KV ആണ് ഡയറക്ഷൻ ആൻഡ് തിരക്കഥ. അദ്ദേഹത്തിന് മുൻ ചിത്രമായിട്ടുള്ള 1001 നുണകൾ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം തമറിനെ കുറിച്ച്. തീർച്ചയായിട്ടും ചെറിയ സ്പേസിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കിയും ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ തിരക്കഥത്തിൽ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും വ്യത്യസ്തമായി തന്നെയായിരുന്നു 1001 നുണകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനേക്കാൾ പക്ഷേ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ചിത്രം തന്നെയാണ് സർക്കിട്ട് എന്ന് പറഞ്ഞ ചിത്രം. അത് കുറച്ചൊരു സ്പേസ് അല്ലെങ്കിൽ ലെങ്ത്ത് കൊടുത്തു പോകുന്ന ഒരു ചിത്രം തന്നെയാണ് സർക്കിട്ട്. ഏകദേശം 2 മണിക്കൂറിന് അടുത്ത് മാത്രം സർക്കിട്ട് വരുന്നുള്ളൂ. പക്ഷേ മികച്ച ഒരു അനുഭവം തന്നെ സമ്മാനിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കാശി നോക്കി കഴിഞ്ഞാൽ ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ ഒരുപാട് നാൾക്ക് ശേഷം ഒരു മികച്ച ഒരു പ്രകടനം കാണാൻ സാധിച്ചു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 2024 തൊട്ട് ആസിഫിൻ്റെ വർഷം തന്നെയാണ്. ഓരോരോ മികച്ച വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. കിഷ്കിന്ധകാണ്ഡമാണെങ്കിലും തലവനാണെങ്കിലും രേഖാചിത്രമാണെങ്കിലും അതുപോലെ തന്നെ അമിഗോസ് ചിത്രമാണെങ്കിൽ പോലും എല്ലാത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ്. അത് പക്ഷേ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടന് മാത്രമാണ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രകടനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ക്യാരക്ടർ ചേഞ്ച് ആണെങ്കിലും പോലും ഡെപ്ത്ത് ഒരുപാട് മുന്നോട്ട് കൊണ്ടുവന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പണ്ട് നമ്മൾ പറയായിരുന്നു മമ്മൂട്ടി കരയുമ്പോൾ നമ്മുടെ ലാലാട്ടൻ നമ്മളും കൂടെ കരയുമെന്ന്. തീർച്ചയായിട്ടും ആസിഫ് അലിയും അതേ സാധ്യത തന്നെയാണ്. ആസിഫ് അലി ഇമോഷണലി ടച്ച് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഇമോഷണൽ കണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് തിരക്കഥയും അതുപോലെ തന്നെ അത് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു നടൻ്റെയും മികച്ച കഴിവ് തന്നെയാണ്. കാരണം എസ്പെഷ്യലി ഇതിൽ ആസിഫ് അലി ഇമോഷണലായിട്ട് ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വേഷമാണ് ആസിഫ് അലി ചെയ്യുന്നത്. അമീർ എന്നാണ് പേര്. ദുബായിൽ എത്തിപ്പെടുന്നു. അങ്ങനെ ജോലി ഒന്നും ആവുന്നില്ല. അതിൽ പട്ടിണി പരിവട്ടം അല്ലെങ്കിൽ ജോലി കിട്ടാതാകുമ്പോൾ ഒരു ടെൻഷൻ, എന്താ പറയുക, മൊത്തത്തിൽ നമുക്കും ആ കഥാപാത്രത്തോട് ടച്ച് ചെയ്യാൻ സാധിക്കും. അതിനേക്കാൾ ഉപരി ആസിഫ് അലി തൻ്റെ അച്ഛനെ കുറിച്ച് അല്ലെങ്കിൽ ഉപ്പയെ കുറിച്ച് തൻ്റെ സുഹൃത്തിനോട് പറയുന്നൊരു സീനുണ്ട്. അതുപോലെ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് കരയുന്ന സീൻ തന്നെ ആയിക്കോട്ടെ, എന്താ പറയുക, മികച്ച ഒരു നടൻ അല്ലെങ്കിൽ ആ നമുക്കും ആ ഇമോഷണലായിട്ട് നല്ല രീതിയിൽ കണ്ടു ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആസിഫിനെ അപ്പുറത്ത് നോക്കുമ്പോൾ ഇതിലെടുത്ത് പറയേണ്ട ആസിഫിലോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. നമുക്ക് ട്രെയിലർ ടീസർ കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്. ചാപ്പു എന്നാണ് ഇതിൽ വിളിക്കുന്ന പേര്. യഥാർത്ഥ പേര് അറിയില്ല. ഒരു പക്ഷേ എന്താ പറയുക, ഗംഭീരമായിട്ടൊരു പ്രകടനം തന്നെയാണ് ആ കുട്ടിയും കാഴ്ചത്. കാരണം ആസിഫ് അലി ആ കുട്ടിയും തമ്മിലുള്ള ഒരുപാട് കോംബോ സീൻസ് വരുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ്റർവ്യൂവിന് ശേഷം. അത് ഗംഭീരമായി തന്നെ രണ്ടുപേരും വർക്കൗട്ട് ആവാൻ സാധിച്ചില്ല. ആ സീൻസൊക്കെ മോസ്റ്റ്ലി ആണെങ്കിൽ കണ്ടു ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഫീല്, കാരണം തുടക്കം തൊട്ടേ ആ ചാപ്പു എന്ന് പറയുന്ന ആ കഥാപാത്രം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അവരെ പേരൻസായി വന്നിട്ടുള്ള ദീപക് ആണെങ്കിൽ ദിവ്യപ്രഭയാണെങ്കിൽ പോലും ഒരുപാട് നാൾക്ക് ശേഷം ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ രണ്ടുപേരും കാഴ്ചിച്ച് അറിയാലോ. തനിക്ക് കൊടുത്തുള്ള റോള് അവർ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ പ്രക്ഷോഭ ആണെങ്കിൽ പോലും ഓരോ വ്യക്തികളും നമ്മുടെ സ്ഥിരം പടത്തിലെ ദാരിദ്ര്യ വേഷത്തിൽ നിന്ന് മാറിയിട്ട് ഇതിൽ ആ വ്യക്തി ഒരു തീർച്ചയായിട്ടും കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ എടുത്തു പറയാനുള്ളത് തല്ലുമാല, അതുപോലെ തന്നെ അവസാനം ഇറങ്ങിയിട്ടുള്ള മമ്മി ആൻഡ് മീയിൽ ഷർഫിൻ അളീനാൻ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേരറിയില്ല. അവർക്കും നല്ല സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, നല്ല റോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഓരോ വ്യക്തികളാണ് പോലും നമുക്കെല്ലാവർക്കും അറിയാം ഒരു ദുബായ് ചിത്രമാണെങ്കിൽ അവിടെ ഹോട്ടൽ നടത്തുന്ന ഒരു മലയാളി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മലയാളി അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രമായിട്ട് വേറെ വ്യക്തി ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഉള്ളൂ. നമ്മൾ ഓരോ വ്യക്തി നമ്മൾ കണ്ടിട്ടുണ്ട് പല ചിത്രം കുറച്ച് റോൾ മാത്രം. പക്ഷെ എല്ലാവരും ഗംഭീരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പടം കണ്ടിറങ്ങുമ്പോൾ ആ കഥാപാത്രങ്ങൾ പോലും അല്ലെങ്കിൽ എന്താ പറയുക, എടുത്തു പറയേണ്ട കഥാപാത്രങ്ങൾ തിരക്കഥയ്ക്കും ഒരു നെടുന്നുറ നിൽക്കുന്നത് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് തന്നെ എടുത്തു പറയണം. എസ്പെഷ്യലി ഇൻ്റർവെല്ലിൽ ആകുന്ന സമയത്ത് ഒരു ബാഡ് സ്കോർ വരുന്നുണ്ട്. പൊന്നു മച്ചാനെ എന്തൊരു ഫീലാണ് സമ്മാനിച്ചത്. ആ ജാതി ലെവലിലേക്കാണ് ആ ബാഡ് സ്കോർ കൊണ്ടുവെത്തിച്ചത്. അതുപോലെ തന്നെ ഇമോഷണലായിട്ട് കാണിച്ചിരുന്ന പല സീൻസിലും ഒരു നെടുന്തൂൺ എന്ന് പറഞ്ഞ ഗോവിന്ദിൻ്റെ ഒരു മ്യൂസിക് തന്നെയാണ് ഗംഭീരമായി തന്നെയാണ് അദ്ദേഹം പ്ലേ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി അതും കൊള്ളാം. അതുപോലെ തന്നെ പാട്ടുകളാണെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകൾ തന്നെയാണ്. കോസ്റ്റ്യൂം ആണെങ്കിലും സിനിമോഗ്രഫി ആണെങ്കിലും ബോക്കിയും ഗംഭീരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എഡിറ്റിംഗ് ആണെങ്കിൽ പോലും ഇതിൽ ആവശ്യമില്ലാത്തൊരു സീൻ അല്ലെങ്കിൽ ലെങ്ത്ത് കൂടിപ്പോയി എന്ന് തോന്നുന്ന പല സീൻസ് ഇല്ല. അത് എഡിറ്റിംഗ് എന്ന് പറയുന്ന മികച്ച ഒരു കഴിവ് തന്നെയാണ്. ഗംഭീരമായി തന്നെയാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. ഞാൻ തന്നെ ഒരുപാട് നാൾക്ക് അല്ലെങ്കിൽ തുടരുമെന്ന് ചിത്രത്തിന് ശേഷം ഒരു പക്ഷേ ഗംഭീരമായിട്ട് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒന്നും പറയാൻ ഇല്ലാതെ തോന്നുന്നത് ഈ ചിത്രം തന്നെയായിരിക്കും.
എസ്പെഷ്യലി നമ്മളൊരു സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, സമൂഹത്തിൽ തിരക്കിട്ട് ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് ഇതിൽ പ്രധാനമായിട്ടും സ്പോയിലറായി പോകും. അപ്പോൾ ആ വ്യക്തികൾക്കൊരു കുട്ടിയുണ്ട്, കുറച്ച് വയ്യാത്തൊരു കുട്ടിയാണ്. അവർക്കിടയിലേക്ക്, അതായത് ജോലിക്ക് മക്കളെ നോക്കാൻ പാടുപെടുന്ന ഒരു പേരൻസാണ്. അവർക്കിടയിലേക്ക് യാദൃശ്യം നമ്മുടെ ആസിഫ് എന്ന് പറയുന്ന ആസിഫ് അലിയുടെ കഥാപാത്രം അമീർ എന്ന കഥാപാത്രം എത്തിപ്പെടുന്നു. ചാപ്പും അമീറും തമ്മിലുള്ള ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഇമോഷണൽ ബോണ്ടിങ് ആണ് കഥ മുന്നോട്ട് പോകുന്നത്. എസ്പെഷ്യലി ഒരു സ്നേഹമായി പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ പ്രണയം, അങ്ങനെ തല്ലിപ്പൊളിയായ ചവറുമായിട്ടുള്ള കോമഡി പരിപാടിയും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല. ഗംഭീരമായി തന്നെയാണ് ഏറ്റവും വലിയ പോസ്റ്റ് കിടമ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം തമർ എന്ന് പറയുന്ന തമർ KV ആയിക്കോട്ടെ, ആ വ്യക്തിയിൽ നിന്നും മികച്ച ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഇനിയും കിട്ടാൻ സാധിക്കുന്നുള്ളൂ. കാരണം ഗംഭീരമായിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ 1001 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ സർക്കിട്ട് ആണെങ്കിൽ പോലും എസ്പെഷ്യലി എന്താ പറയുക, ഒരൊട്ടും തന്നെ ലാഗിങ്ങോ ഒന്നും തന്നെ തോന്നിക്കുന്നില്ല. നല്ല ഒരു മികച്ച ഒരു തുടക്കം തന്നെയാണ് തമറിൻ്റേത്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത്തരം ഡോൾബി ദിനേശൻ എന്ന് പറഞ്ഞിട്ട് ആസിഫ് നമ്മുടെ നിവിൻ പോളിയായിട്ടൊരു ഫിലിം വരുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്പം കൂടി ആ പടത്തിന് ഒരു ഹോപ്പ് കൂടിയപ്പോഴുള്ള അവസ്ഥ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിൽ എടുത്ത് പറയാൻ ഒരു നെഗറ്റീവ് പോലും ഇല്ല, പോസിറ്റീവ് പറയാച്ചെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. തീർച്ചയായും സർക്കിട്ട് എന്ന് പറയുമ്പോൾ ഒരു സഞ്ചാരം, ആ സഞ്ചാരം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ, നമ്മളും ഒരു യാത്ര ചെയ്യാണ്. അത് തന്നെയാണ് ഇതൊരു പടത്തിൻ്റെയും മികച്ച ഒരു ഘടകമായിട്ടുള്ളത്. മുൻപൊരിക്കൽ ബേസിൽ ജോസഫ് പറഞ്ഞപ്പോൾ നമ്മൾ ഫിലിം കാണുമ്പോൾ ആ കഥാപാത്രം നമ്മൾ ഉൾക്കൊള്ളണം. അതിൽ നമ്മളാണ് ആ കഥാപാത്രങ്ങളിൽ മുമ്പിലൂടെ ജീവിക്കുന്ന വ്യക്തികളാണ് തോന്നൽ വേണം. തീർച്ചയായിട്ടും ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മളിലേക്ക് ചേർന്നിറങ്ങുന്നുണ്ട്. അതായത് ചിരിക്കാനാണെങ്കിലും അതുപോലെ ഇമോഷണൽ ആണെങ്കിൽ പോലും പല സീൻ നമ്മളും സിറ്റുവേഷൻ അനുസരിച്ച് അവരോടൊപ്പം ചേർന്ന് പോകുന്നു. അതുപോലെ തന്നെ ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ വ്യത്യസ്തമായിട്ടും ഇനിയും രേഖപ്പെടുത്തേണ്ട ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാകും. എങ്കിലും ആ കൂട്ടത്തിൽ ഒരിക്കൽ കൂടി ഒരു സൈഡിലൂടെ തന്നെ സർക്കിട്ടും മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം അമീർ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ചെറുപ്പക്കാരൻ്റെ നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. ജോലി കിട്ടാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ റൂം റെൻറ്റ് ചോദിക്കുമ്പോഴുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിച്ച് നടക്കുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും അത് അനുഭവിച്ചൊക്കെ മനസ്സിലാവുള്ളൂ. അത് തീർച്ചയായിട്ടും ഗംഭീരമായി തന്നെയാണ് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ ഗംഭീരമായി തന്നെ ചെയ്തു. ആ കുട്ടിയെക്കുറിച്ച് പറയുമ്പോഴും എന്താ പറയുക, ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ റൂമിനുള്ളിൽ അകപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയുണ്ട്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, വയ്യാത്തൊരു കുട്ടിയുടെ അവസ്ഥ. അതും മികച്ച രീതിയിൽ തന്നെയാണ് കുഞ്ഞുമോൻ ചെയ്തിട്ടുള്ളത്. ഗംഭീരം തന്നെയാണ്. ചാപ്പു എന്ന് പറയുമ്പോൾ പടം വിട്ടിറങ്ങിയ ചാപ്പും അല്ലെങ്കിൽ ആ കുട്ടിയുടെ അറച്ച ഒരിക്കലും നമ്മൾ മാറില്ല അങ്കളെ എന്നുള്ള വിളിയും. എസ്പെഷ്യലി അവസാനം പടം കണ്ടിറങ്ങുമ്പോൾ പോലും നമുക്ക് കുറഞ്ഞ ഒരു കുഞ്ഞു സന്തോഷത്തോടു കൂടി തന്നെയാണ് മാറ്റുന്നത്. കാരണം പലരെയും ചിന്താഗതികൾ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് അതിൻ്റെ ക്ലൈമാക്സ് തന്നെ എത്തിപ്പെടുന്നത്. അതെല്ലാവരും ഓരോരോ വ്യക്തികളും ചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിനൊന്നും മെച്ചം, അതായത് ഡയറക്ഷനും തിരക്കഥയും അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രകടനങ്ങൾ, ആ പ്രകടനങ്ങൾ ഒരിക്കലും വീണു പോകാതെ എന്താ പറയുക, ഗോവിന്ദ് വസ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ഗംഭീരമായിട്ടുള്ള അസാമാന്യ കഴിവുള്ള ബാൻഡ് സ്കോറും സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കിട്ട് അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ആ സർക്കിട്ട് യാത്ര എവിടെയും അവസാനിക്കുന്നില്ല. അവരുടെ മുന്നോട്ടുള്ള യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തോന്നലോട് തന്നെയാണ് ഓരോ വ്യക്തിയും തിയേറ്റർ വിട്ടിറങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കിട്ട് കാണാത്ത വ്യക്തികളൊന്ന് കണ്ടു നോക്കുക. എനിക്ക് ഒരു ഏവറേജിന് മുകളിൽ നിൽക്കുന്ന അനുഭവമായിട്ട് തന്നെയാണ് സർക്കിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരു വട്ടം കൂടി കാണാമെന്നുള്ള ചിന്തയോടെ തന്നെയാണ് ഞാനും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആസിഫ് അലി എന്ന് പറയുന്ന ആൾ ഇനിയും മുന്നോട്ട് തുറന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രം വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ബൈ ബൈ.